മോളെ അച്ഛൻ വരില്ല. എന്താ അവിടെ? ഇല്ല അച്ഛാ, ഒന്നുമില്ല ഒന്നുമില്ല. മോനെ നാളെ അപ്പച്ചയുടെ വീട്ടിൽ വിരുന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛൻ വിരുന്നിനൊക്കെ പിന്നെ പോവാം. ഇനി ഒരു മാസമല്ലേ തവച്ച് ലീവ്. അപ്പോഴാണ് അത് ഞങ്ങൾ എവിടെയെങ്കിലും പോട്ടെ. അല്ലേ വാവേ? ഈയെടാ, മതി. പോയല്ലേ മോളെ മോളെ. എടി പറ, നമുക്ക് എവിടെ പോവാം? നീ എവിടെ പറയുന്നു അവിടെ നമ്മൾ പോകും. എവിടെ പോവാനാ? എവിടാണെങ്കിലും ഞാൻ ഹാപ്പിയാ. അങ്ങനെയാണെങ്കിൽ മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഡൽഹി വഴി കുളു മണാലിയിലേക്ക് പോയാലോ? എടാ നിനക്കത് ഓർമ്മയുണ്ടാ? എനിക്ക് ഓർമ്മയുണ്ട്. വിചാരിച്ച നീ മറന്നാണോ? അങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അച്ഛനോടൊന്ന് ചോദിക്കണേ, അച്ഛൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്ക് ഒരു മാസം തികച്ച് ലീവില്ല. അതുകൊണ്ട് ഈ ദിവസത്തിനകത്ത് നമ്മൾ മാക്സിമം കറങ്ങാൻ പോകുന്നു എന്ന് ഞാൻ തിരിച്ചു നോക്കാം. 2 ദിവസത്തിനകത്ത് നമുക്ക് പോവാം. ഒരു കാര്യം ചെയ്യും, വീട്ടിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ആ ഏജൻസി വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുന്ന് ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകും. ഡൽഹി പോയി 2 ദിവസം കറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമോ? കുളുമണാലി. കുളുമണാലി ഞങ്ങൾ 5 ദിവസം സ്പെൻഡ് ചെയ്യും. ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. പിന്നെ അല്ലാതിരിക്കോ, ഈ പഞ്ചായത്ത് വിട്ട് ഞാൻ വെളിയിൽ പോയിട്ടില്ല. ആകെ പോയേക്കുന്ന സ്കൂൾ ടൂറാ, അതും കരഞ്ഞ് കാലി പിടിച്ചിട്ട്. എന്താണല്ലോ അവൻ ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ കല്യാണത്തിന് മുമ്പ് പറഞ്ഞതൊക്കെ. എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ ഡ്രീം പ്ലേസ് ആ കുളുമണാലി. ഓക്കെ ദെൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ പ്രൊസീജിയേഴ്സ് പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ താങ്ക് യു. അലയാ കല്യാണം കഴിഞ്ഞ് പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ. പെണ്ണും പിള്ളം കെട്ടിപ്പിടിച്ചിരിക്കുവാണോ? എടാ നമ്മുടെ ക്ലബിൻ്റെ 10ാമത് വാർഷികം വരുന്നത് 2-ാം തീയതി. കഴിഞ്ഞ 2 വർഷം നീ ഇവിടെ ഇല്ലായിരുന്നു. ഈ വട്ടം നീ ഇവിടെ ഉണ്ട്. പെണ്ണും പിള്ളം കൊണ്ട് വരണം. എടാ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത്? 2-ാം തീയതി ആണല്ലേ? ഞാൻ നാളെ കഴിഞ്ഞ് അവളെ കൊണ്ട് മണാലിയിൽ ഒരു ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുക. ഹണിമൂൺ. ഹണിമൂൺ. ഇനിയിപ്പോൾ എന്നാൽ അടുത്ത വർഷം വരുമ്പോൾ നോക്കാം. എടാ ഒരു മിനിറ്റേ. ഹലോ സർ. ഓക്കെ സർ. ജയ് സർ. എന്താ? എടാ ലീവ് ക്യാൻസലായി. ബോർഡർ ഇഷ്യൂടൊക്കെ അല്ലേ. അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ. ഞാനൊരു പട്ടാളക്കാരനല്ലേ, അത് നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. അതല്ല വിഷയം. ഞാനിത് അവളുടെ അടുത്ത് എങ്ങനെ പറയുന്ന. നിങ്ങൾ ഹണിമൂൺ അല്ലേ? അവളാണെങ്കിൽ ഈ ചെറുപ്പത്തിൽ യാത്ര ചെയ്യാനൊന്നും പോയിട്ടില്ല. വീട്ടിൽ അച്ഛനമ്മയൊക്കെ എന്താ സ്ട്രിക്റ്റ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് അടിച്ചു പൊളിക്കാന്നുള്ള പ്ലാനായിരുന്നു നമ്മൾ രണ്ട്. ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് ലീവ് ഉണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. എങ്ങനെ അവളടുത്ത് പറയും? നീ അവളെ കാര്യം പറഞ്ഞെങ്കിലും മനസ്സിലാക്കാൻ നോക്കണം. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, സിറ്റുവേഷൻ തന്നെ. ആമ്മ ഞങ്ങൾ മിക്കവാറും നാളെ രാവിലെ തന്നെ പോകും. പോയിട്ട് വരാലോ. അച്ഛനോട് പറഞ്ഞേരെ. ഞാൻ വിളിക്കാം അമ്മ. ശരി. അമ്മയൊക്കെ ഭയങ്കര എക്സൈറ്റഡ്. എന്താടാ എടീ എൻ്റെ ലീവ് ക്യാൻസലായി. എന്തുപറ്റി പെട്ടെന്ന്? ബോർഡറിൽ ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ലീവിലുള്ള എല്ലാ പട്ടാളക്കാരും തിരിച്ചെല്ലാം പറഞ്ഞു. എനിക്ക് നിർത്താൻ കാജു, എനിക്കറിയാം നീ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോറി കാജു. കാജു അയ്യോ, ഇതും കൂടെ എടുത്തു വെക്കാനുണ്ടായിരുന്നു. അലക്കിയിട്ടേക്കായിരുന്നടാ. എന്താ? നിനക്കെല്ലാം രാവിലെ പോണ്ടേ? എല്ലാം എടുത്തു വെക്കായിരുന്നു. എന്താണ്? ഹണിമൂൺ പോകാൻ പറ്റാത്ത വിഷമമൊന്നുമില്ല. ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ഒരു പട്ടാളക്കാരനാണെന്ന് അറിഞ്ഞ തന്നെയല്ലേ ഞാൻ നിന്നെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും. അറിഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. ഒരു ആർമിക്കാരനെന്ന നിലയിൽ നീ പ്രയോറിറ്റി കൊടുക്കേണ്ടത് വീടിനല്ലല്ലോ, നാടിനല്ലേ. അതെനിക്കറിയാം. നീ പോയിട്ടോ. എടോ ഞാൻ ഓക്കെയാടോ പട്ടാളക്കാരാ. എന്തോ മോനെ? കുഴപ്പമൊന്നുമില്ല. അറിയട്ടെ. പേടിക്കാതെ പോയിട്ട് പോടാ.
കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതിയോ? ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.